ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെ ഒരു ക്ലോത്തും അതിൽ നമ്മൾ വരച്ച ചിത്രവും വേണം, പിന്നെ പെയിൻറ്റും ബ്രഷും വേണം. അപ്പോൾ ഇതേപോലത്തെ തിൻ ബ്രഷ് എടുക്കുക, എന്നിട്ട് ഓരോ സ്റ്റെമ്മും വരയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ലീഫിലും ഒരു ഔട്ടർ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഔട്ടർ ലൈൻ വരച്ചാൽ നമുക്ക് എല്ലാത്തിനും പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റെമ്മിലും ആദ്യം ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഫ്ലവറിലും നമ്മൾ ഔട്ടർ ലൈൻ വരയ്ക്കുന്നുണ്ട്, എന്നിട്ടാണ് ഫ്ലവർ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എന്നാലേ നമുക്കതിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല, കാണാൻ രസം വേണമെങ്കിൽ ഇതേപോലെ ഔട്ടർ ലൈൻ തന്നെ ആദ്യം ഇരുന്ന് വരയ്ക്കുക. ഓക്കെ, സമയമെടുത്ത് പതിയെ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ലീഫ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു മീഡിയം സൈസ് ബ്രഷ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് ബ്രഷ് വേണമെങ്കിലും ചെയ്യും, നമുക്ക് നമ്മുടെ ഏതനുസരിച്ചിട്ട്. അപ്പോൾ എത്രത്തോളം സമയമെടുത്ത് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പെർഫെക്ഷനും കിട്ടും. അപ്പോൾ നമുക്കിത് തുണികളിലും ചെയ്യാം, ഏതെങ്കിലും ഡ്രസ്സിൽ ചെയ്യാം. അപ്പോൾ അത് നല്ല രസമാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കുന്നതേ ഉള്ളൂ. നമുക്കൊരു ദിവസം ഞാൻ ഏതെങ്കിലും ഡ്രസ്സിൽ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുന്നത് ഫുൾ കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണും. ഓക്കെ ഗായ്സ്. It's only for a moment. If only for a moment.